അസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഫാഷിസത്തിന്റെ അടിവേരുകൾ ഇരു കൈകളിലുമേന്തി ഇന്ത്യ രാജ്യത്തിന്റെ ഭരണചരട് വലിക്കുന്ന രാഷ്ട്രീയ തമ്പുരാക്കന്മാർ തങ്ങളുടെ പ്രിയപ്പെട്ട കോർപ്പറേറ്റ് മുതലാളിമാർക്ക് ജനാധിപത്യത്തിന്റെ നാലാം തൂണായ മാധ്യമത്തെ വിഹിതം വെച്ചു കൊടുക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തകർന്നടിയുന്ന മാധ്യമധർമ്മം എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് എനിക്ക് തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. പ്രിയമുള്ളവരെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തരംഗമായി കൊണ്ടിരിക്കുന്ന കാലത്ത് ജനറേഷൻ ബീറ്റയും ആൽഫയുമെല്ലാം വിവരങ്ങൾ ശേഖരിക്കാനുള്ള മാധ്യമമായി സോഷ്യൽ മീഡിയയെ ആശ്രയിക്കുമ്പോൾ കേവലം TRP റേറ്റിനും സാമ്പത്തിക നേട്ടത്തിനും സാമൂഹിക ശ്രദ്ധ കിട്ടാനും എന്ത് പൊട്ടത്തരങ്ങളും വിളിച്ചു പറയുന്ന സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. പരിശുദ്ധമായ ഇസ്ലാം മതം ലോകത്ത് പ്രചരിപ്പിക്കുന്നത് തന്നെ നീതിയുടെയും ന്യായത്തിന്റെയും പ്രതീകങ്ങളായിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഖുർആനിലൂടെ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വകൂനൂ മഅസ്വാദിഖീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും സച്ചരിതരിൽ ഉൾപ്പെടുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ ഏതൊരു മുഅ്മിനിന്റെ പ്രവർത്തനവും സത്യത്തിൽ അധിഷ്ഠിതമായിരിക്കൽ നിർബന്ധമാണ്. അസത്യങ്ങൾ പറയുന്ന പോലെ തന്നെയാണ് അത്തരം കാര്യങ്ങൾ പടച്ചുവിടുന്നത്. തങ്ങൾക്ക് അനുകൂലമായ ആശയങ്ങൾ സൃഷ്ടിക്കുന്നതിനു വേണ്ടി വ്യാജമായ വാർത്തകൾ സൃഷ്ടിക്കുകയും അതിന് ശക്തിയേകാൻ രാത്രികാല ചാനൽ ചർച്ചകളും ചെയ്യുന്ന നവകാല സമൂഹ മാധ്യമം ഇന്ന് വളരെ വ്യാപകമാണ്. ഇങ്ങനെ വ്യാജമായ വാർത്തകൾ സൃഷ്ടിക്കുകയും അതിന് മേൽ ചർച്ചകൾ ഉണ്ടാക്കി സമൂഹത്തെ വഴിതെറ്റിക്കുകയും ചെയ്തുകൊണ്ടുള്ള മാധ്യമ പ്രവർത്തനം എന്നത് നമ്മുടെ പാരമ്പര്യത്തിന് വിള്ളലേൽപ്പിക്കുക മാത്രമാണ് ചെയ്യുക. പരിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നുണ്ട്, ഇയ്യാകും വൽ കദിബ് ഫഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ വഇന്നൽ കദിബ യഹ്ദി വഇന്നൽ ഫുജൂറ യഹ്ദി ഇലൻ നാർ. തീർച്ചയായും നിങ്ങൾ കളവിനെ തൊട്ട് സൂക്ഷിക്കണേ. തീർച്ചയായും കളവ് നിങ്ങളെ കാപട്യത്തിലേക്കും അത് നിങ്ങളെ നരകത്തിലേക്കും വഴി നടത്തും. തീർച്ചയായും ഇത്തരം മുന്നറിയിപ്പുകൾ ധർമ്മങ്ങൾക്കെതിരെ വഴി നടത്തുന്ന മാധ്യമങ്ങൾക്കു നേരെ തന്നെയാണ്. വസ്തുതകൾ വിവരിക്കുന്നവരെ 14-ാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്തവരെന്ന് അധിക്ഷേപിക്കുന്ന മാധ്യമ പ്രവർത്തകർ ചാനലുകളുടെ തലപ്പത്തിരിക്കുന്നത് മാധ്യമ ധർമ്മത്തിന് വളരെ ഭീഷണിയാണ്. ആധുനിക ജീവിത സാഹചര്യത്തിൽ മൂർച്ചയേറിയ ആക്രമണ വസ്തുക്കളുമായാണ് മാധ്യമങ്ങൾ നിലകൊള്ളുന്നത്. ചോദ്യം ചോദിക്കാൻ ഭയപ്പെടുന്ന മാധ്യമങ്ങളും ഉത്തരം മുട്ടിനിൽക്കുന്ന ഗവൺമെന്റും പേടിച്ചു നിൽക്കുന്ന ജനങ്ങളും ഇതിന് ഉദാഹരണങ്ങളാണ്. കണ്ടമിടറി മുട്ടുകുത്താൻ സർക്കാരിന് ഒരു നെടും തൂണായി മാധ്യമങ്ങൾ നിലകൊള്ളുന്നു. നാഥൻ തുണക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും.